ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എഗെയിൻ. അപ്പോൾ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്യണം. വി ആർ റോഡ് ടു 600 സബ്സ്ക്രൈബേഴ്സ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ നമ്മുടെ റാഗ്നറോക്ക് മാപ്പാണ് കേട്ടോ കളിക്കുന്നത്. ഞാൻ നമ്മുടെ വീട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു വീട് തട്ടിക്കൂട് വീടാണ് ഞാൻ വെച്ചേക്കുന്നത്. ഞാൻ അപ്പോൾ ഒന്ന് ചുറ്റിനൊന്ന് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ പഴയ വീടില്ലേ അതിനടുത്ത് പൊളിച്ച് കളഞ്ഞ് എന്നിട്ട് ഞാൻ ഈ ഭാഗത്ത് തന്നെയാണ് അത്യാവശ്യം നല്ല വീട് പണിതത്. ഈ സ്ഥലം അത്യാവശ്യം അടിപൊളിയാണ്, കണ്ടില്ലേ, വെള്ളച്ചാട്ടം സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഞാനൊന്ന് ഉള്ളിൽ കയറി കാണിച്ചു തരാം. ഇവിടെ ഇത്രയും ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതുവഴി കയറാൻ പറ്റും, അതുപോലെ തന്നെ ഇതുവഴി കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുവഴി കയറിയിട്ട് മുകളിൽ കൂടെ ഇറങ്ങി വരാം. അപ്പോൾ നമ്മൾ വാതിലടച്ചു. ഇവിടെ നമ്മുടെ സ്മിത്തി ഉണ്ട്, പിന്നെ ഒരു സ്റ്റോറേജ് ബോക്സ്, പിന്നെ നമ്മുടെ പ്രിസർവിന് വീണ്ടും സ്റ്റോറേജ് ബോക്സ്, പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കാൻ സാധനങ്ങൾ, പിന്നെ നമ്മുടെ മോട്ടർ ആൻഡ് ബെസ്റ്റിൽ, പിന്നെ ഇത് നമ്മുടെ കുക്കിംഗ് പോട്ട്. ലെറ്റ്സ് ഗോ. പിന്നെ ഇവിടെ ഞാൻ നമ്മുടെ റിഫൈനിങ് ഫോർജ് കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിലോട്ട് കയറുമ്പോൾ മുകളിലൊന്നും വെച്ചുള്ള തോന്നട്ടോ, മുകളിലൊന്നും വെച്ചിട്ടില്ല ഗൈസ്. ഇനിയിപ്പോൾ ഇതുവഴി നമ്മൾക്ക് ഇറങ്ങാം. ഓക്കെ, വാതിലടച്ചു. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇതുവഴിയും ഇറങ്ങാം. ഇവിടെ ഞാൻ ഒരു മതിൽ വെച്ചതാണ്, പക്ഷേ എനിക്ക് കയറാൻ പറ്റുന്നില്ല, തല മുട്ടുന്ന അവിടെ. അപ്പോൾ ഞാൻ മതിലെടുത്ത് കളഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഉള്ളൂ. ഇന്ന് നമുക്ക് കുറച്ച് ക്രിസ്റ്റൽ തപ്പിയെടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി ഗൈസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തല്ലേ ലൈക്ക് ചെയ്താൽ തന്നെ സബ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാനപ്പോൾ എന്തായാലും കുറച്ചധികം ക്രിസ്റ്റൽ കണ്ടുപിടിക്കണം. പിന്നെ അത്യാവശ്യം ഒന്ന് വേറെ ഏതെങ്കിലും സ്ഥലമൊക്കെ നല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയും ഒന്ന് സെറ്റാക്കി വെക്കണം. അവിടെ ഡ്രോപ്പ് അല്ലത്. ഓക്കെ, നമുക്കപ്പോൾ ഒരു ഡ്രോപ്പ് കിട്ടി കേട്ടോ. പിന്നെ ഈ മാപ്പിനകത്ത് ഗൈസ് നമ്മുടെ ഐലാൻഡ് മാപ്പില്ല, അത് ഞാൻ ഇനി ഒരു 2-3 എപ്പിസോഡ് ഇട്ടിട്ട് ഐലാൻഡ് മാപ്പ് കളിക്കുള്ളൂ. അപ്പോൾ ഐലാൻഡ് മാപ്പ് ഇതെന്താ മരമാണല്ലേ. ഐലാൻഡ് മാപ്പ് മാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ ഇനി ഈ ഒരു മാപ്പ് 2 ദിവസം കളിച്ചിട്ട് നമ്മൾ ഐലാൻഡ് മാപ്പിലോട്ട് പോകുള്ളൂ. അങ്ങനെ 2 എപ്പിസോഡ് വെച്ചിട്ട് നമുക്ക് ഇടാം. ഓക്കെ, അപ്പോൾ റാഗ്നറോക്ക് കാണുന്നവർക്ക് ഇത് കാണാം, അതുപോലെ തന്നെ ഐലാൻഡ് സീരീസ് കാണണം എന്നുള്ളവർക്കും അത് കാണാം. അപ്പോൾ ഇതിനകത്ത് ക്രിസ്റ്റലൊക്കെ എവിടെ നിന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അതാണൊരു മെയിൻ പ്രശ്നം. നമ്മുടെ ടെറക്ക് സ്റ്റാമില്ലേ കേട്ടോ. ഞാനപ്പോൾ ഈ സ്ഥലമൊക്കെ കൊള്ളാലേ ഗൈസ്, കിട്ടിയ സ്ഥലമാണല്ലേ. ഞാനിപ്പോൾ കുറച്ച് സ്റ്റാമിന കേട്ടെ. അപ്പോൾ സ്റ്റാമിന ഞാൻ ഫുള്ള് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഒരു 400 എടുത്ത് ഞാൻ സ്റ്റാമിന കയറ്റിയിട്ടുണ്ട് ടെറക്ക്. അപ്പോൾ നമുക്കിനി പറന്ന് പോവാം. ഓക്കെ, ഞാനിപ്പോൾ പോട്ടൊന്ന് ക്രിസ്റ്റലെ കണ്ടുപിടിച്ചിട്ട് വരാം. ഈ സ്ഥലമൊക്കെ അത്യാവശ്യം കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലമൊക്കെ കാണുന്നത്. ഇതെന്താ വെള്ളത്തിൽ? അത് മറ്റേ റോക്കാന്ന് തോന്നുന്നു, മെറ്റൽ റോക്ക് ഗൈസ്. അപ്പോൾ അവിടെ ഇവിടെ മെറ്റലൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ മാപ്പിനകത്ത് കുറച്ച് കണ്ടുപിടിക്കാൻ ടാസ്ക്കാണ്, മെറ്റലും മറ്റേ ക്രിസ്റ്റലൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് നോക്കട്ടെ. ഇല്ല ഗൈസ്, ഒന്നുമില്ല കേട്ടോ, നല്ലതായിട്ട് ഒന്നും കിട്ടിയില്ല. കീസ് കുറച്ച് വേണം നമുക്ക്, അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. അതിനകത്ത് 30 കീസ് ഉള്ളൂ ആകെ. ടെറേനെ നമുക്ക് ഡൈനോസിനെ വേറെ നല്ല ഹൈ ലെവലിൽ പിടിക്കണം. നമ്മുടെ മറ്റേ ആർക്കില്ലേ, ആർക്ക് മാറിപ്പോയി. ഐലാൻഡ് മാപ്പിൽ ഞാൻ കുറച്ചധികം നല്ല ലെവൽ കിടിലൻ ടെറേനെ, പിന്നെ അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരിക. അപ്പോൾ പിന്നെ ഈ പോണ വഴിക്ക് വല്ല അയ്യോ ഗൈസ്, നമ്മൾ അമ്പുമ്പിലെടുത്തില്ല ഗൈസ്. നമുക്ക് ഈ അമ്പുമ്പിലെടുത്തിട്ട് വരാം. അതിപ്പോൾ പോണ വഴിക്ക് നമുക്ക് വല്ല നല്ല ഡൈനോസ് കിട്ടി അതും പിടിക്കാമല്ലോ. അപ്പോൾ ഞാൻ പോട്ടൊന്ന് അമ്പുമ്പിൽ എടുക്കട്ടെ. അല്ല, അമ്പുമ്പിൽ ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വന്നിട്ട് എടുക്കാം, പിന്നെ എടുക്കാം. നമുക്കതാണ് നല്ലത്. വെറുതെ ഇപ്പോഴേ പോയി നമ്മൾ ഏത് ഡൈനോ പിടിക്കണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് സാലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ, ടാസ്ക്കാണ്. അപ്പോൾ ഈ ഭാഗത്തൊന്നും ക്രിസ്റ്റലൊന്നും കാണുന്നില്ല. ഞാൻ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ടെറക്ക് സ്റ്റാമിന ഇത് ലോ ലെവൽ ടെററുണ്ട്, സ്റ്റാമിന പെട്ടെന്ന് കഴിയലുണ്ട്. ഇത് അവിടെ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ ഐലാൻഡ് മാപ്പിലെ കല്ലൊക്കെ ഒരു സ്ഥലമാണ്. അത് കുറേ സ്ഥലങ്ങളുണ്ട് ഈ മാപ്പിന്. ആദ്യം കളിച്ചിട്ട് ഇത് ഫസ്റ്റ് ടൈം കളിക്കല്. ഇവിടെയാണല്ലേ മറ്റേ ഇതുള്ളത്, ഒബ്ലിസ്ക്. ഇത് ബ്ലൂ ഒബ്ലിസ്ക് അല്ലേ. കൊള്ളാം എന്തായാലും. ഇതിനകത്തല്ലേ മറ്റേ ബോസ് ഫൈറ്റൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഈ ബ്ലൂ ഒബ്ലിസ്ക് ഞാൻ കണ്ടതാണ്, പക്ഷേ ഞാനൊന്ന് മറന്നുപോയി. നേരത്തെ നമ്മൾ കഴിഞ്ഞ മറ്റേ ഫിയോമിനെ പിടിച്ചപ്പോൾ ഈ വഴിയല്ലേ നമ്മൾ വന്നത് ആണെന്ന് തോന്നട്ടാ, ഓർമ്മയില്ല എനിക്ക്. നല്ല കളർഫുൾ ഡൈനോസിനെ കിട്ടണം, എന്നിട്ട് അതിന് പിടിക്കുക. ലോ ലെവലാണെങ്കിലും നല്ല കളർഫുൾ സാധനത്തിന് നമുക്ക് പിടിക്കണം. എവിടെ നിന്നൊക്കെ കിട്ടുമായിരിക്കും, നല്ലതാക്കാം. സ്റ്റെഗോ അല്ലേ ഇത്? അമ്പേ കലക്ക സാധനമല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റെഗോനെ പിടിച്ചാലാ? അല്ലെ സ്റ്റെഗോനെ പിന്നെ പിടിക്കാം. ഇവിടെ നിന്നാണ് നമ്മുടെ ഇവനെ പിടിച്ചത്, നമ്മുടെ ഫിയോമിയ. ഈ ഭാഗത്തുനിന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ കുറേ മെറ്റലൊക്കെ ഉണ്ട് കേട്ടാ. ഈ മാപ്പ് കുറച്ച് കളിച്ചാൽ ഇത് പരിചയമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല. ഇത് അവിടെ അതാ ഗൈസ് സ്റ്റെഗോ, മറ്റേ ഇതിൻ്റെ സ്റ്റെഗോ. അതിൻ്റെ പേരെന്താന്ന്? ടെക്ക് സ്റ്റെഗോ. കൊള്ളാം ഗൈസ്. അവിടെ ഒരു മണൽ പോലത്തെ സ്ഥലം ഉണ്ടല്ല, അതെന്താ അത്? അതെൻ്റെ ലോഡാവത്തെയാണോ ഇനി? പാറക്കല്ല് പോലത്തെ സ്ഥലം. ഗൈസ് ഈ ടെറനോക്ക് കളർഫുൾ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ മാപ്പിനകത്ത്. നമുക്ക് എന്തായാലും പയ്യെ പൊടിക്കാം.
ഓക്കെ ഗൈസ്, നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തി കേട്ടോ. ഇത് വേറെ കളറായല്ലേ ഇത്. അപ്പം എൻ്റെ ലോഡായതല്ലേ, ഇത് തന്നെയാണ്, ഇത് ശരിയായ കളറാണ് ഇത്, കണ്ടാ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. മുകളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കട്ടെ. വേറെ ഡൈനോസ് ഒന്നും ഇല്ലെങ്കിൽ ഞാനൊരു സ്റ്റെഗോനെ പഠിക്കും. കാരണം സ്റ്റെഗോ കുറച്ച് നല്ലതാണ്. കലക്കൻ സാധനമല്ലേ സ്റ്റെഗോ, നല്ല കളർ സാധനം കണ്ട്. ഓ ഗൈസ്, ഗ്രിഫിൻ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. ഒന്നാമത് അവിടെ ഇറക്ക് സ്പീഡൊന്നും ഇല്ല. എവിടെ ആ ഗ്രിഫിൻ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ടെറേനെ വെച്ചിട്ട് ഈ പറന്ന് പോലെ ചടങ്ങാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സ്റ്റെഗോനെ പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഗൈസ്. നമുക്ക് എന്തായാലും ഒരു സ്റ്റെഗോനെ പിടിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ബേസിലോട്ട് വേഗം പോട്ടെ, എന്നിട്ട് ഞാൻ വരാം. അത് ക്രിസ്റ്റലാണോ ആ കിടക്കുന്ന? അല്ലല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഒരു സ്റ്റെഗോനെ പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗോ. പിന്നെ ഗൈസ്, ഏതിലൊക്കെ ഡൈനോസിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിൽ പറഞ്ഞാൽ മതി. നമുക്ക് പറ്റുമെങ്കിൽ ആ ടെക്ക് സ്റ്റെഗോനെ തന്നെ പിടിക്കാൻ നോക്കട്ടെ. നല്ല സ്റ്റെഗോ ഉണ്ടെങ്കിൽ നല്ല പിടിക്കില്ലെങ്കിൽ കിട്ടിയതിനെ കൊണ്ട് ഞാൻ പോകും. സ്റ്റെഗോ അത്യാവശ്യം കിടിലമാണ്. നല്ല രീതിക്ക് ബെറീസ് ഫാം ചെയ്യാൻ വേണ്ടി അടിപൊളിയാണ്. ഓക്കെ, ഞാനപ്പോൾ എന്തായാലും നമ്മുടെ ബേസിൽ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിലെത്തിയിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് ട്രാങ്കാരസ് ഉണ്ടാക്കണം. പിന്നെ ഒരു ട്രാപ്പ് നമുക്ക് ഉണ്ടാക്കണ്ട, ട്രാപ്പിൻ്റെ ആവശ്യമില്ല. ട്രാപ്പ് നമുക്ക് പിന്നെ ഉണ്ടാക്കാം. കാരണം സ്റ്റെഗോ അത്യാവശ്യം വലിയ സീനില്ല. ട്രാപ്പ് ഉണ്ടാക്കി പിടിക്കേണ്ട ഒരാളല്ല സ്റ്റെഗോ, അതിന് കുഴപ്പമില്ല. ആദ്യം നമുക്ക് നമ്മുടെ ഈ സാധനം ഒന്ന് റിപ്പയർ ചെയ്യണം. നമ്മുടെ ക്രോസ് ബോ ഒന്ന് റിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് ഫൈബറും വുഡും വേണം. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാ തോന്നട്ടെ, ഫൈബറും വുഡും. ആ വുഡുണ്ട്, പിന്നെ ഫൈബറുണ്ട്. ലെറ്റ്സ് ഗോ. അങ്ങനെ അതായിട്ടുണ്ട്. ഫൈബർ ഇട്ടു, വുഡ് ഇട്ടു, റിപ്പയർ. ഓക്കെ, റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ട്രാങ്കാരോസ് വേണം. അപ്പോൾ അതിനാദ്യം നോർമൽ ആരോസ് ഇതിനകത്തുണ്ടാ, നോർമൽ ആരോസിനകത്ത് ഉണ്ടാ നോക്കട്ടെ. ഇല്ല ഗൈസ്. അപ്പോൾ നോർമൽ ആരോ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം? ഫൈബർ, ഫ്ലിൻറ്റ് താച്ച്. അപ്പോൾ താച്ചെടുത്തു, ഫ്ലിൻറ്റ് എടുത്തു, പിന്നെ കുറച്ച് ഫൈബർ എടുക്കാം. ഓക്കെ, ഫൈബർ എടുത്തു. ഇപ്പോൾ എത്ര പറ്റുക? 81 പറ്റുള്ളൂ. പക്ഷെ അത് നമുക്ക് പോരാ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ എങ്ങാനും സ്റ്റെഗോ വീണില്ലെങ്കിൽ നമ്മൾ സൂം പോവും. അല്ല, സ്റ്റെഗോ വീഴുമായിരിക്കുമല്ലോ. 81 മതി ഗൈസ്, 81 മതി, ധാരാളം. പിന്നെ നമുക്ക് നമ്മുടെ ക്രോസ് ബോ എടുക്കുന്നു. അതെന്തായാലും ഹോട്ട് ബാലിട്ട് വെക്കട്ടെ. ഓക്കെ, അതങ്ങനെ ഹോട്ട് ബാലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നാർക്കോട്ടിക്സ് എടുക്കാം. നാർക്കോട്ടിക്സ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചുകൊണ്ട് കുഴപ്പമില്ല പിന്നെ. അപ്പോൾ ഗൈസ്, ഞാനൊന്ന് വേഗം ഈ സാധനം ഉണ്ടാക്കിയിട്ട് വരട്ടെ. ഓക്കെ, നമ്മുടെ നോർമൽ ആരോ അങ്ങനെ പണിത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ട്രാങ്കാരോസ് പണിയാം. അപ്പോൾ ട്രാങ്കാരോസ് പണിയണമെങ്കിൽ ഒരു നോർമൽ ആരോ പിന്നെ ഒരു നാർക്കോട്ടിക്സും വേണം. അപ്പോൾ ക്രാഫ്റ്റ് 81. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു 81 ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫുള്ള് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രാങ്കാരോസിൻ്റെ പണിയും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നേരെ പോവാം, നമ്മുടെ സ്റ്റെഗോനെ പിടിക്കാൻ പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ. സ്റ്റെഗോൻ്റെ സാഡിൽ ഉണ്ടാക്കിയില്ല. സ്റ്റെഗോ സാഡിൽ നോക്കട്ടെ. അപ്പോൾ ലെവൽ 26 നമ്മുടെ സ്റ്റെഗോ സാഡിൽ അൺലോക്ക് ആകുന്നത്. അപ്പോൾ അൺലോക്ക്. ഇനി നമുക്കത് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റെഗോ സാഡിലിന് എന്തൊക്കെ വേണം? ഫൈബർ വേണം, ഒരു 110 ഫൈബർ വേണം. അപ്പോൾ ഫൈബർ എടുത്തു. ഓക്കെ, ഫൈബറായി. പിന്നെ ഹൈഡ് വേണം, അത് ഞാൻ കണ്ടായിരുന്നു. ഹൈഡ് നമുക്ക് കുറച്ചുകൂടെ വേണം കേട്ടോ. അപ്പോൾ ഹൈഡ് ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഹണ്ട് ചെയ്യാൻ പോകണം. ഹൈഡ് ഉണ്ടറാ, ഭാഗ്യം. അപ്പോൾ നെക്സ്റ്റിന് എന്താ വേണ്ടത്? ഇനി വുഡ് വേണം. വുഡും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്റ്റെഗോൻ്റെ സാഡിൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തു. അപ്പോൾ ബാക്കി മൊത്തം എടുത്ത് മാറ്റി വെക്കട്ടെ. ബാക്കി ഐറ്റംസ് ഒന്നും നമുക്ക് വേണ്ട. ഓക്കെ, അങ്ങനെ ഫുള്ള് സാധനം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ സ്റ്റെഗോനെ കണ്ടുപിടിക്കാം. നമ്മുടെ ഈ ഭാഗത്ത് സ്റ്റെഗോ ഉണ്ടെങ്കിൽ അത്രയും നല്ല, ഇല്ലെങ്കിൽ വീണ്ടും പറന്ന് പോകണം നമ്മൾ. ഗൈസ്, ഞാൻ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഫുഡും വാട്ടറൊക്കെ ഫുള്ളാണെന്ന് നോക്കട്ടെ. ഇതിപ്പോൾ ഇടക്കിടക്ക് നോക്കണം. മറ്റേ നമ്മളെല്ലാം ഓഫാക്കിയിട്ട് സമയത്ത് ഒന്നും നോക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഇടക്കിടക്ക് നോക്കണം കേട്ടോ. നമ്മുടെ വിത്ത് ഇവിടെ ആയിട്ടുണ്ട് ഗൈസ്. മറ്റേ സീഡ് ഇത് നമ്മൾ എടുത്ത് കൊണ്ടുപോകാട്ടാ. ഇത് ഒരെണ്ണമായിട്ടുള്ളല്ലേ? ഞാൻ വെച്ചു ഇത് കുറേ ആയിന്ന് ഗൈസ്. അപ്പോൾ ഇത് ഒരെണ്ണമായിട്ടുള്ളൂ കേട്ടോ. എല്ലാം ഒരെണ്ണം വെച്ചായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും ടൈം എടുക്കും. എന്തായാലും ഇത് ഒരെണ്ണം കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ ഇവന് ടൈം ചെയ്യാനായിട്ട് എടുക്കാം. നമ്മുടെ സ്റ്റെഗോനെ ടൈം ആക്കാനായിട്ട് എടുക്കാൻ പറ്റും ഇത് ഓരോന്ന്. അപ്പോൾ എല്ലാം ഓരോന്ന് വെച്ച് എടുക്കട്ടെ. ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ക്രോപ്സാണ് ഏറ്റവും നല്ലത് ഇവർക്ക് ടൈം. ഈ ഹെർബിവോറസ് ഡൈനോസിന് ഏറ്റവും നല്ലത് ഈ ക്രോപ്സ് ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവന് താങ്ങാൻ പറ്റുമോ? ടെറയുടെ മേത്ത് പോവാം നമുക്ക്, അതാണ് നല്ലത് ഗൈസ്. അല്ലെങ്കിൽ ടെറേൻ്റെ മേത്ത് പോവണ്ട, നമുക്ക് നടന്ന് തന്നെ പോവാം. ടെറേൻ്റെ മേത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങാണ്. നമുക്ക് സ്റ്റെഗോനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ ഒന്നാമത് നമ്മുടെ ഈ സാധനമില്ല, ക്രയോപോഡൊന്നും ഇല്ല. അപ്പോൾ അതും ഒരു ചടങ്ങ് പണിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റെഗോൻ്റെ അടുത്തുനിന്ന് പോയിട്ട് വരാൻ കേട്ടോ. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒന്ന് സ്റ്റെഗോ ഒക്കെ ഉണ്ടാകുന്ന നോക്കണം, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഭാഗത്തൊക്കെ സ്പോൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകാം സ്റ്റെഗോന. ഗൈസ്, നമ്മുടെ മോസ്റ്റോപ്സ് ഉണ്ട്. ഇതെന്താ കഴിക്കണേ നോക്കട്ടെ കേട്ടാ. മെജോബറി. ഗൈസ്, മെജോബറി മതി. ഓക്കെ, നമ്മുടെ മോസ്റ്റോപ്സിനെ നമ്മൾ അങ്ങനെ ടൈമാക്കി. മോസ്റ്റോപ്സ് മെജോബറി ഒരെണ്ണത്തിൽ മിക്കവാറും ടൈമാവും. ലാസ്റ്റ് സ്ലോട്ടിൽ ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ട് നമ്മൾ ഫീഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മോസ്റ്റോപ്സ് ടൈമാവും. ഓക്കെ, നമ്മുടെ മോസ്റ്റോപ്സ് അങ്ങനെ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ കൊണ്ട് ബേസിലോട്ട് പോട്ടെ.
ആദ്യം ഇവന് സാഡിലൊന്നും വേണ്ട, ഈ താഴത്തോട്ട് ഇറങ്ങുന്നില്ലല്ലോ ഇത്. വടങ്ങിടുവാ. ഓക്കെ, മോഷോസ് വരുന്നുണ്ട്. ലെവൽ 29 കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഇവനെ കൊണ്ടൊന്ന് ബേസിലോട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഇവൻ അത്യാവശ്യം നല്ലോണം ഫൈബർ കളക്ട് ചെയ്ത് തരും നമുക്ക്. അപ്പോൾ ഫൈബർ കളക്ട് ചെയ്യാൻ ഒരു കിടിനുണ്ടായിരുന്നു. നോക്കിക്കോട്ടെ, ഫൈബർ കളക്ട് ചെയ്യാൻ നോക്കിക്കോട്ടെ. ഇപ്പോൾ 500 അടുത്ത് ഫൈബർ കളക്ട് ചെയ്യണ്ട, കളക്റ്റാക്കി സെറ്റാന്ന്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒന്ന് നമ്മുടെ ബേസിൽ കൊണ്ടുപോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ മോസ്റ്റോപ്സിന് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. മോസ്റ്റോപ്സ് നമുക്ക് പെട്ടെന്ന് ടൈമായിട്ടാണ്. ആ മെജോബറി ആയതുകൊണ്ട് തന്നെ പിന്നെ അതിനെ വേഗം പിടിക്കാൻ വിചാരിച്ചത്. അയ്യോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്റ്റെഗോൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെഗോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ മറ്റേ ഹൈന ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് സീനാണിത്. ഞാൻ കുറച്ചെണ്ണത്തിന് തീർത്തതാണ് ഈ ഹൈനേന, അതോടി പോകുന്ന. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ടൈം ആക്കാം നമ്മുടെ സ്റ്റെഗോന. ഇത് നല്ല ഹൈ ലെവലായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. വേഗം ഓടി പോട്ടെ ഇവിടെ നിന്ന്. സ്റ്റെഗോ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. തലക്ക് കൊടുക്കണം, അപ്പോൾ പെട്ടെന്ന് വീഴും. അതാണൊരു ശാസ്ത്രം. തലക്കൊക്കെ അടിച്ചാൽ പെട്ടെന്ന് വീഴും. പക്ഷേ ഇത് ഇത്ര സ്പീഡ് കൂടിയായിട്ട് ഈ സ്റ്റെഗോനൊക്കെ സ്പീഡ് കൂടിയാ. നേരെ ഇത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ, ഇതിൻ്റെ അയ്യോ ഗൈസ്, ഞാൻ പെട്ട് കേട്ടോ. ഇല്ല, ഞാൻ പെട്ടിട്ടില്ല കേട്ടോ. ഭാഗ്യം, രക്ഷപ്പെട്ടാ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചാടി ഇങ്ങനെ പോകണം. ഈ സ്റ്റെഗോന സ്പീഡ് കുറവായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഇപ്പോൾ നല്ല സ്പീഡൊക്കെ ആണെങ്കിൽ നമ്മൾ വെട്ടു. അയ്യോ, കിട്ടി. അയ്യോ, ഇതെന്താ ഗൈസ്, എന്നെ എന്തോ കുടുക്കി. ഗൈസ്, എന്നെ കുടുക്കിയതാ, വാലിന് കുടുക്കി. അശോ ഗൈസ്, സ്റ്റെഗോ ഭയങ്കര സീനാണ്ടാ. ഇത് ഇത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ല സ്റ്റെഗോന. പോയി, ഭാഗ്യം, രക്ഷപ്പെട്ട്. ഓക്കെ, ട്രാപ്പൊന്നും വേണ്ട നമുക്ക്. ട്രാപ്പിലാണ്ട് പെട്ടെന്ന് ടൈം ആക്കാൻ പറ്റും സ്റ്റെഗോന്. തലക്കൊക്കെ അടിക്കണം, വേണ്ട. തലക്കൊക്കെ അടിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഗൈസ്, അതെന്താ എന്നെ കുടുക്കിയത് വാല് വെച്ചിട്ട്? എന്താവോ സാധനം ഇത്? അയ്യോ, ഇതാ വരുന്ന വീണ്ടും ഇപ്പം തന്നെ കൊടുക്കും വാല് വെച്ചിട്ട്. അയ്യോ, ഇവിടെ തേള് ഇവിടെ എല്ലാം ഉണ്ടറാ ഗൈസ്. നമ്മുടെ ഭാഗ്യം മെഡിക്കൽ പ്രൂ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. പിന്നെ വെറുതെ ഉണ്ടാക്കി വെച്ചാ ഞാൻ. പോയാ സ്റ്റെഗോ? ഇതാ വരുന്ന ഗൈസ്. ഇവിടെ തേളുണ്ട് ഗൈസ്, പൾമണോ സ്കോർപ്പിയോസ്. അത് കുറച്ച് ശോകമാണത്. ഈ സ്റ്റെഗോ അടുത്തോട്ട് വന്ന് തന്നെ എന്തോ വാലിന് കുരുക്കുന്ന തന്നെ എന്ത് സാധനം. കുറേ സാധനമൊക്കെ ഉണ്ട് സ്റ്റെഗോന. ഓക്കെ, ഈ പാറക്കല്ലിന് മേളിൽ കയറി നിൽക്കുക. ഇവിടെ മിക്കാറ് നമ്മുടെ സ്റ്റെഗോ. അയ്യോ, ഇവനെ എല്ലായിടത്തും എത്തും. പണ്ടത്തെ സ്റ്റെഗോ പോലിട്ട് ഇതിനകത്തത്തെ സ്റ്റെഗോ കുറച്ച് വിഷയമാണ്. അതാ തേള് എല്ലാം കൂടെ വന്നേക്കുന്ന ഗൈസ്. അപ്പം ഞാനേ ഒന്ന് ഹീലായിട്ട് വരാം. കുറച്ച് ടൈം എടുക്കും. അപ്പം എൻ്റെ ഹെൽത്തും എല്ലാം ഒന്ന് ബൂസ്റ്റ് ആവട്ടെ, എന്നിട്ട് ഞാൻ വരാൻ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെഗോ ഉണ്ടല്ലോ, അതെല്ലാത്തിനും തീർത്ത് നമ്മുടെ ഈ പൾമണോ സ്കോർപ്പിയോസിന് മൊത്തത്തിൽ തീർത്തുണ്ട്. അപ്പോൾ ഇതെന്തോ 130 ലെവലാണ് ഈ സ്റ്റെഗോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് വീഴാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വേഗം വീഴ്ത്തിയിട്ട് വരാം. അത്യാവശ്യം നല്ല ടൈം എടുക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഈ സ്റ്റെഗോ ഒന്ന് വീഴ്ത്തിയിട്ട് വരാൻ കേട്ടോ. ഇനിയിപ്പോൾ കുറേ നേരം ഇങ്ങനെ നിൽക്കണം വീഴാനായിട്ട് സാധനം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. മുകളിൽ വേറെ സ്റ്റെഗോ ഉണ്ട്, പക്ഷേ എനിക്ക് ഇതിനെ തന്നെ മതി. 130 നല്ല കളർ സാധനമാണ് ഈ സ്റ്റെഗോ. അപ്പോൾ എനിക്ക് ഇതിനെ തന്നെ മതി. അത്യാവശ്യം നല്ല ലെവലുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെഗോന് കയറി വരാൻ പറ്റില്ല കേട്ടോ. ഭാഗ്യം, കറക്റ്റ് ഒരു സ്പോട്ട് കിട്ടി ഗൈസ്. അപ്പോൾ ഇതിനൊന്ന് വീണിട്ട് ഞാൻ വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ സ്റ്റെഗോ അങ്ങനെ വീണിട്ടുണ്ട്. നമുക്കിനി ഇതിന് ഫുഡ് ഇട്ട് കൊടുക്കാം. അയ്യോ, അത്യാവശ്യം നല്ല പണി ഇട്ടട്ടാ ഈ സാധനത്തിനെ പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബെറീസ് ഇട്ട് കൊടുക്കാം. ബെറീസ് ഇട്ട് കൊടുത്താൽ ഇനിയിപ്പോൾ കാര്യമുള്ളൂ, വേറൊന്നും ഇല്ല എൻ്റെ അടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചധികം ബെറീസ് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഇത്ര നേരമായിട്ട് വീഡിയോ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ 600 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. ഇപ്പോൾ ഒരു 10 സപ്പോർട്ട് എന്തോ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ മെജോബറിയാണ് കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് ടൈമാവും. മെജോബർ ഇട്ട് കൊടുത്തതിനാൽ പെട്ടെന്ന് കഴിക്കുന്നുണ്ട് നമ്മുടെ ഈ സ്റ്റെഗോ. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഇതിന് മെജോബർ മാത്രം ഇട്ട് കൊടുക്കട്ടെ. ഇതിനകത്തില്ല മെജോബറി. അശോ, മെജോബറി നമ്മുടെ ഹോട്ട് ബാറിൽ കയറിയല്ലേ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ മെജോബറി കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈമാവും. അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ചുകൂടെ ഒന്ന് മെജോബറി കളക്ട് ചെയ്ത് കൊണ്ടിട്ടെ, ബാക്കിയെല്ലാം എടുത്ത് കളയണം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഈ നമ്മുടെ ഈ സ്റ്റെഗോ ടൈമായിട്ട് വരും. ഇതെന്തായാലും നല്ലൊരു കളറും കിട്ടി, അത്യാവശ്യം ഒരു 130 ലെവലും കിട്ടി. ഹാപ്പി. ഓക്കെ, ഞാൻ ഒരു 100 മെജോബർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 100 മെജോബറിൽ എന്തായാലും ടൈമാവും നമ്മുടെ സ്റ്റെഗോസോറസ്. അപ്പോൾ ഞാൻ ടൈമായിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സ്റ്റെഗോ അവസാനത്തെ ഒരു ഫീൽഡിലോട്ട് കടന്നിരിക്കുകയാണ്. ടൈമിംഗ് എഫിഷ്യൻസി 83 ഉള്ളൂ. പിന്നെ ലെവലും 54 കിട്ടുള്ളൂ. അത് നമ്മുടെ ടൈമിംഗ് എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടാണ്. നമ്മൾ മറ്റേ ക്രോപ്സാണ് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ പെട്ടെന്ന് ടൈം ആയേനെ. കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ സ്റ്റെഗോ അങ്ങനെ ടൈമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ കൊണ്ട് നമ്മുടെ ബേസിലോട്ട് പോകണം. അപ്പോൾ സാഡിൽ എടാ ഓക്കെ, ഞാൻ സാഡിലിൻ്റെ എടുത്തില്ല അന്ന്. ഓക്കെ, നമ്മൾ നമ്മുടെ സ്റ്റെഗോന് സാഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈഡ്, ലെറ്റ്സ് ഗോ. ഇത് നല്ല സ്ലോ ആണ് കേട്ടോ ആള്. കുഴപ്പമില്ല. ഇതെന്താ മുകളിലൊരു ചിഹ്നം പോലെ? ഇതെന്താ? അതാ ഗൈസ്, ഈ സാധനം നോക്ക്. അമ്പോ, കൊള്ളാലേ.
അത് ഇതാ കൂർത്തു വരുന്നത് അടുത്തടുത്ത് വരുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഫ്രണ്ടിലോട്ട് അറ്റാക്ക് ഉണ്ടല്ല. ഫ്രണ്ടിലെ അറ്റാക്ക് ഇങ്ങനെ വാലിന് വീശുന്നത് ആ നോക്ക്. ഇത് 2 സെയിം ആണല്ലോ. ഇത് ഫ്രണ്ടിലോട്ട് അറ്റാക്ക് അതും വാലിന് വീശുന്നത് കണ്ടാ നോക്ക് കണ്ടാ. പിന്നെ നമ്മൾ കടിക്കുന്ന അറ്റാക്ക് ഇങ്ങനെ തന്നെ. ബെറീസ് കളക്ട് ആക്കണം നോക്കട്ടെ കേട്ടോ. ബെറീസ് അത്യാവശ്യം നല്ല സ്പീഡിൽ കളക്ട് ആക്കേണ്ടതാണ്. നോക്കട്ടെ കണ്ടാ, സെറ്റാണ് ബെറീസ്. മെജോബറൊക്കെ കയറിയേക്ക് നോക്ക്, കുറേ കയറിയിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പോൾ എന്തായാലും ഇവനെ കൊണ്ട് നമ്മുടെ ബേസിലോട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ വരാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അതിന് നടന്ന് ബേസിൽ പോകണം. അയ്യോ, അപ്പോൾ ഗൈസ് ബേസ് എത്തിയിട്ട് വരാം കേട്ടോ. ഗൈസ് അപ്പോൾ കുറേ നേരത്തിന് ശേഷം നമ്മൾ നമ്മുടെ ബേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറേ ബെറീസൊക്കെ കളക്ട് ആക്കാൻ പറ്റും നമ്മുടെ സ്റ്റേഗോൻ വെച്ചിട്ട് കണ്ടാ, ഒക്കെ കളക്ട് ആക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും വിളിച്ച് നിർത്തണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡൈനോസിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസ് ഇട്ടാൽ മതി, നമുക്ക് എന്തായാലും അതിനെ കൂടെ പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ നിർത്തുന്നു. നമുക്ക് എന്തായാലും ഇതിലും നല്ല എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്. പിന്നെ ലൈക്കും സബും ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. നമ്മൾ റോഡ് ടു 600 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ കുറച്ച് സപ്പോർട്ട് മതി. അപ്പോൾ നമുക്ക് വേഗം 600 എത്തിക്കാം. നിങ്ങളൊന്ന് ആഞ്ഞടിച്ചാൽ നമുക്ക് വേഗം എത്താം. അപ്പോൾ ബൈ ഗൈസ്.